ലയണൽ മെസ്സി ആധുനിക ഫുട്ബോളിന്റെ അതുല്യ നക്ഷത്രം. ലയണൽ ആൻഡ്രസ് മെസ്സി ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്നു. 1987 ജൂൺ 24-നാണ് അദ്ദേഹം അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ചത്. ബാല്യത്തിൽ വളർച്ചാ ഹോർമോൺ കുറവെന്ന വൈദ്യശാസ്ത്രീയ പ്രശ്നം നേരിട്ടുവെങ്കിലും തന്റെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് ആ അഭ്യന്തരതയെ മറികടന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബാല്യകാലവും ബാഴ്സലോണയിലേക്കുള്ള യാത്ര. മെസ്സി 6-ാം വയസ്സിൽ റൊസാരിയോയിലെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബ്ബിൽ കളിച്ചു തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ ചെറുപ്പം മുതലേ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ വളർച്ചാ പ്രശ്നം ഭാവിയിലേക്കുള്ള വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ 13 വയസ്സിൽ സ്പെയിനിലെ ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തെ ഇവക്കതെ അക്കാദമിയിൽ സ്വീകരിക്കുകയും ചികിത്സയുടെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത് പരിശീലനം നൽകുകയും ചെയ്തു. ബാഴ്സലോണയിലെ ഓർമ്മകളിലാഴ്ന്ന കാലഘട്ടം. 2004 17 വയസ്സിൽ ബാഴ്സലോണയ്ക്കായി അദ്ദേഹത്തിന്റെ സീനിയർ അരങ്ങേറ്റം നടന്നു. അതിനുശേഷം അടുത്ത 17 വർഷം അദ്ദേഹം ക്ലബിന്റെ മുഖച്ഛായയായി മാറുകയും അവരുടെ ചരിത്രത്തിലെ മികച്ച കാലഘട്ടങ്ങളുടെ കേന്ദ്രബിന്ദുവാകുകയും ചെയ്തു. 10 ലാ ലിഗ കിരീടങ്ങൾ, 7 കോപ്പ ഡെൽ റേ കിരീടങ്ങൾ, 4 യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, നിരവധി ക്ലബ് ലോകകപ്പ് വിജയങ്ങൾ മെസ്സിയുടെ സമ്പാദ്യങ്ങളാണോ? അദ്ദേഹം കായിക വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ആകെയുള്ള കളിയിൽ തന്നെ കെട്ടിപ്പടുത്തിയ ശൈലി, വ്യക്തിത്വം എന്നിവ കൊണ്ടും ലോകമെമ്പാടും ആരാധകരെ നേടുകയുണ്ടായി. പാരിസ് സെയിന്റ് ജെർമൈനിലേക്ക് നീക്കം. 2021-ൽ ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ മെസ്സിക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നു. പിന്നീട് ഫ്രാൻസിലെ ക്ലബ്ബിൽ ചേരുകയും അവരുടെ ലീഗും മറ്റ് ടൂർണമെന്റുകളും ജയിക്കാനാവശ്യമായ സഹായം നൽകുകയും ചെയ്തു. അർജന്റീന ദേശീയ ടീമിനോടുള്ള അതുടനിലുള്ള പങ്ക്. അർജന്റീന ടീമിനായി മെസ്സിയുടെ തുടക്കകാലം വലിയ വിജയങ്ങൾ ഇല്ലാതെ കടന്നുപോയിരുന്നു. എന്നാൽ 2021-ലെ കോപ്പ അമേരിക്ക വിജയത്തോടെ ഈ നിരീക്ഷണങ്ങൾ ഒടുവിൽ അവസാനിച്ചു. 2022-ലെ ലോകകപ്പിൽ മെസ്സി അതിന്റെ താരമായി അരങ്ങേറി അർജന്റീനയെ 1-ാം സ്ഥാനത്തിലേക്ക് നയിച്ചു. അതിൽ ഫൈനലിൽ ഫ്രാൻസിനെതിരായ അവരുടെ ജയം മെസ്സിയുടെ കരിയറിലെ വലിയ മൈൽസ്റ്റോൺ ആയിരുന്നു. കളി ശൈലി. മെസ്സിയുടെ കളിയിലുള്ള കുന്തം, ഡ്രിബ്ലിംഗ് കഴിവ്, കൃത്യമായ പാസുകൾ, മനോഹരമായ ഗോൾ അവസരങ്ങൾ എന്നിവ ലോകമെമ്പാടും പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ ഇടതുകാലാണ് അതിന്റെ ഏറ്റവും വലിയ ആയുധം. അതിലൂടെ അദ്ദേഹം കളിയുടെ രൂപം മാറ്റിമറിക്കാൻ സാധിക്കുന്നവൻ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. വ്യക്തിത്വവും സമൂഹത്തിന് നൽകിയ സംഭാവനകളും. മെസ്സി ചുമതലയുള്ള എന്ന സംഘടന വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹായം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു. തന്റെ കുടുംബത്തോടുള്ള സ്നേഹവും മിതഭാഷയും അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. സമാപനം. ലയണൽ മെസ്സി ഒരു കായിക നക്ഷത്രമല്ല, അവൻ ഒരു പ്രചോദനമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരം ആയി മാറിയത് അസാധ്യവുമായ ലക്ഷ്യങ്ങൾക്കും കഠിനാധ്വാനത്തിനുമുള്ള പ്രതീകമായി മാറുന്നു. ലോകം മുഴുവൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ അദ്ദേഹം ഇന്നും വിചാരിക്കുന്ന, ആരാധിക്കുന്ന, പുകഴ്ത്തപ്പെടുന്ന ഒരു ജീവൻ സമ്പന്നമായ ഇതിഹാസമാണ്.